ക്ലാസ്സിൽ നമുക്ക് 6th ചാപ്റ്റർ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു ഒബ്റ്റെയിൻ എ പെർഫെക്റ്റ് ക്യൂബ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സ് അല്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ക്യൂബ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, സ്മോളസ്റ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് ക്യൂബായി മാറും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 243. ഈ നമ്പർ പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് ആക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 243. അപ്പോൾ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11 എക്സെട്ര. ഇപ്പോൾ 243 ഒരു ഈവൻ നമ്പർ അല്ല. ഈവൻ നമ്പർ ആയിരുന്നു നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറായ 2 വെച്ചിട്ട് ചെയ്യാമായിരുന്നു. ഏറ്റവും പ്രൈം നമ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയി 2 വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതൊരു ഈവൻ നമ്പർ അല്ല. 243. അപ്പോൾ അതൊരു ഓഡ് നമ്പറാണ്. പിന്നെ നമുക്ക് 2 കഴിഞ്ഞാൽ പിന്നെ 3 വെച്ച് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നോക്കണം? 243. അപ്പോൾ ഈ 3 ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യുക. 2 + 4 + 3. ഈ 3 ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന് കിട്ടുന്ന ആൻസർ 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 2 + 4 + 3 എത്രയാണ്? 9. അപ്പോൾ 9 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 3 വെച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 3നേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് 24 എന്ന് എടുക്കാം അല്ലേ. ഫസ്റ്റ് 2 ഡിജിറ്റ് ഒന്നിച്ചെടുക്കാം. 24. 3ൽ 24 എത്ര ടൈംസ്? 8. 8 3s are 24. ഇനി 3ൽ ഈ 3 1 1 3s are 3. ഇപ്പോൾ 81 കിട്ടി. ഇനി ഈ 81 ഇതും ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ആ ഡിജിറ്റ് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 81 എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം? 8 + 1, അതായത് എത്ര ആൻസർ കിട്ടും? 9. അപ്പോൾ 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാം. അപ്പോൾ 3ൽ ഫസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പോൾ 8 3യുടെ മൾട്ടിപ്പിളിൽ വരുന്നതല്ലെങ്കിലും അതിന് ഏറ്റവും അടുത്തുള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 3 2s അല്ലേ. 3 2s are 6. 3 3s ആണെങ്കിൽ 9 ആവും. അപ്പോൾ 8നേക്കാളും വലിയ നമ്പർ ആയിപ്പോൾ. അപ്പോൾ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നമ്പറാണ് 6. അപ്പോൾ 3 2s are 6. 6 കഴിഞ്ഞാൽ ബാക്കി 7 8. ബാലൻസ് 2 ഉണ്ട്. ആ 2 നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്കിനി ഈ നമ്പറിന് എന്ത് വായിക്കാം? 21. നമുക്കറിയാലോ അല്ലേ. 81 3. അപ്പോൾ 3 2s are 6. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ഇവിടുന്ന് 7 8. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഈ 2 എഴുതുമ്പോൾ നമുക്ക് ഇവിടുന്ന് 21 എന്ന നമ്പറായിട്ട് വായിക്കണം. അപ്പോൾ 21ൽ 3 എത്ര പ്രാവശ്യം പോവും? 7. കാരണം 7 3s are 21. അപ്പോൾ 7. ഓക്കെ. ഇനി 27 ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 2 + 7 9. അപ്പോൾ 9 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 3 ഇട്ട് കൊടുക്കാം. 27ൽ 3 9. 9 3s are 27. 3 3s are 9. ഇനി ഈ 3നെ 3 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് എടുത്തെഴുതാം. എത്ര 3 ഉണ്ട്? 1 2 3 4 5. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ക്യൂബ് ആകണമെങ്കിൽ ഒരു നമ്പർ 3 ടൈംസ് വരണം. അപ്പോൾ ഇവിടെ 3 ടൈംസ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു നമുക്കൊരു ഗ്രൂപ്പ് കിട്ടി. ഒരു 3 തന്നെ നമുക്ക് 3 എണ്ണം കിട്ടി. അപ്പോൾ ഒരു 3 ക്യൂബാണ്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ 2 ടൈംസ് വന്നിട്ടുള്ളൂ. ഒരു 3യും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുകയുള്ളായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. പെർഫെക്റ്റ് ക്യൂബ് ആകാനായിട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് 3 × 3 × 3. അപ്പോൾ 3 കിട്ടി. പക്ഷേ ഇവിടെ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ഒരു 3യും കൂടി ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഒരു പെർഫെക്റ്റ് ക്യൂബ് വന്നാനെ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഈ 3 കൊണ്ട്. ഇപ്പോൾ ഒരു 3 ഇവിടെ ഒരു 3യുടെ കുറവില്ലേ, ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഈ 243നൊപ്പം ഒരു 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. സോ നമുക്ക് എന്തെഴുതാം? ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ് മൾട്ടിപ്ലൈ by 3. നമുക്ക് എഴുതാം
multiply 243 by 3. അപ്പോൾ 2 get a perfect cube multiply 243 by 3. മനസ്സിലായില്ലേ? ഇവിടെ ഒരു സംഖ്യ തന്നെ 3 പ്രാവശ്യം വരണം അല്ലെ, ട്രിപ്പിൾ ടൈം മാറണം. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ഉണ്ട്, പക്ഷെ ഇവിടെ 2 ടൈംസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 കൂടി ഇട്ട് കൊടുത്താൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേട്ടിരുന്ന ഈ സംഖ്യ ഈ 243യുടെ ഒപ്പം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 get a perfect cube multiply 243 by 3. അപ്പോൾ ഈ സ്മോളസ്റ്റ് നമ്പർ ഏതാ? 3 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 256. ഇതെന്ത് നമ്പറാണ്? ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ 1 2s are 2. 5ൽ 2 ടൈംസ് 2 2s are 4. ബാലൻസ് 1. ഇവിടെ എന്തായി മാറും? 16. 2 2s are 4. ബാലൻസ് ഇവിടെ 5 ആണ്. സോ ബാലൻസ് 1 വരും. ആ ബാലൻസ് ഇവിടെ എഴുതുമ്പോൾ 16 ആയി. 16ൽ 2 എത്ര പ്രാവശ്യം? 8. 8 2s are 16. ഇനി വീണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ 1 സ്മോളസ്റ്റ് നമ്പർ ആയതുകൊണ്ട് 2നേക്കാൾ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് എടുക്കാം. അപ്പോൾ 12ൽ 2 എത്ര ടൈംസ്? 6. 6 2s are 12. ദെൻ 4 2s are 8. വീണ്ടും 2 വെച്ച് 3 2s are 6. 2 2s are 4. വീണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് 1 2s are 2. ഇവിടെ 3 ആണ്. സോ ബാലൻസ് 1 ഉണ്ട്. ഇവിടെ ബാലൻസ് 1. അപ്പോൾ ഇവിടെ എന്തായി? 12. 12ൽ 2 6 ടൈംസ് 6 2s are 12. വീണ്ടും 2 വെച്ച് 8 2s are 16. ദെൻ 2 4 2s are 8. 4ന് വീണ്ടും 2 2s are 4. ഇനി 2നെ 2 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഇതെല്ലാം എടുത്തെഴുതാം. 1 2 3 4 5 6 7 8. 8 2 ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. അപ്പോൾ 8 2 ഉണ്ടല്ലേ? 1 2 3 4 5 6 7 8. 8 2s എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നമ്പർ ക്യൂബ് ആണോ എന്നുണ്ടെങ്കിൽ 3 ടൈംസ് വരണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 2 ഇവിടെ 2 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ക്യൂബ് കിട്ടി. ഇനി ഇവിടെ ഇതും 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 2 ക്യൂബ് കിട്ടി. പക്ഷേ ഇവിടെ 2 എത്ര പ്രാവശ്യം വന്നിട്ടുള്ളൂ? 2 ടൈംസ് ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട് അല്ലേ? ഇവിടെ 3 ടൈംസ് ഉണ്ട്, ഇവിടെ 3 ടൈംസ് ഉണ്ട്. പക്ഷേ ഈ 2ൽ ഒരു 2യുടെ കുറവുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഈ 256 എന്നുള്ള നമ്പറിൻ്റെ ഒപ്പം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്ത് നമ്പറായി മാറും? ഒരു പെർഫെക്റ്റ് ക്യൂബായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ടു get a perfect cube multiply 256 by 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 2 ആണ് അല്ലേ? ഇതിൽ 256 എന്നുള്ള നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആകണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? 2 ആണ്. കാരണം എന്താ? ഇതിലെല്ലാത്തിലും ട്രിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു 2യുടെ കുറവുണ്ട്. അപ്പോൾ ആ 2 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 72. തേർഡ് ക്വസ്റ്റ്യൻ 72. 72ന് നമുക്ക് ഈവൻ നമ്പറാണ്. സോ 2 വെച്ച് ചെയ്യാം. 3 2s are 6. ബാലൻസ് 1 ഉണ്ട്. കാരണം ഇവിടെ 7 ആയതുകൊണ്ട് 3 2s are 6. 6 കഴിഞ്ഞ് 7 ആയി. ബാലൻസ് 1. സോ ഇവിടെ 1 എഴുതുക. അപ്പോൾ 12 ആയി. 12ൽ 2 എത്ര ടൈംസ്? 6. 6 2s are 12. ഇനി വീണ്ടും 2 വെച്ച് 1 2s are 2. ബാലൻസ് 1 ഉണ്ട്. കാരണം ഇവിടെ 3 ആയതുകൊണ്ട് ബാലൻസ് 1 ഉണ്ട്. അതൊരു ഇവിടെ 1 എഴുതുമ്പോൾ ഇവിടെ എന്തായി? 60. അപ്പോൾ 8 2s are 16. 2 വെച്ച് തന്നെ 9 2s are 18. ഇനി 9 എന്ത് ചെയ്യാൻ പറ്റും? 3 3s are 9. ഇനി 3നെ വീണ്ടും 3 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈം നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എടുത്തെഴുതാം. 2 എത്ര ടൈംസ്? 3 ടൈംസ്. ഇനി 3
2 times. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ക്യൂബ് ആണോ എന്ന് അറിയണം. അപ്പോൾ 2 എത്ര ടൈംസ് വന്നിട്ടുണ്ട്, 3 times. അപ്പോൾ ഇതൊരു 2 ക്യൂബ്, ഒരു പെർഫെക്റ്റ് ക്യൂബായി അല്ലേ, 2 ക്യൂബ് കിട്ടി. പക്ഷേ ഇവിടെ 2 ടൈംസ് വന്നിട്ടുള്ളൂ. ഇവിടെ ഒരു 3യുടെ കുറവുണ്ട് അല്ലേ, ഇവിടെ 2 പ്രാവശ്യമേ 3 വന്നിട്ടുള്ളൂ. ഒരു 3 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ക്യൂബ് ആകുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുള്ളൂ. അപ്പോൾ സോ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു, ഒരു 3 അല്ലേ, ഒരു 3 വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം, ഈ 72 എന്നുള്ള നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആകണമെങ്കിൽ 72ൻ്റെ ഒപ്പം ഒരു 3 കൂടി മൾട്ടിപ്പിൾ ചെയ്യണമായിരുന്നു. 72ൻ്റെ ഒപ്പം ഒരു 3 കൂടി മൾട്ടിപ്പിൾ ചെയ്തിരുന്നാൽ കിട്ടുന്ന നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആവും. 2 get a perfect cube multiply 72 by 3. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ ഏതാ, 3. To get a perfect cube, multiply 72 by 3. Okay. Fourth question, 675. ഇനി 675 കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 5 ആണ് ലാസ്റ്റ്, അപ്പോൾ 5 കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. 5 ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ 5 വെച്ചല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, 6 + 7 + 5 3 ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 3 വെച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വെച്ച് ചെയ്യാം. അപ്പോൾ 6 + 7 + 5 എത്ര കിട്ടും, 18. 18 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്കിതിനെ 3 വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ 675 കാണുമ്പോൾ ലാസ്റ്റ് 5 അല്ലേ, ഇപ്പോൾ നമുക്ക് 5 കൊണ്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് നോക്കാം. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് 2 വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 വെച്ച് ചെയ്യണം. അപ്പോൾ 3 വെച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 3s are 6. ഇനി ഇവിടെ 7 ആണ്, അപ്പോൾ 2 3s are 6, ബാലൻസ് 1 വരും. ഇവിടെ 7 ആയതുകൊണ്ട് 6 ആണ്, ബാലൻസ് 1 വരും. ഇവിടെ 15. 15ൽ 3 5 times, 5 3s are 15. വീണ്ടും ഇവിടെ ഒരു 5 ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്ത് നോക്കാം ഡിജിറ്റ് നമ്പർ. 2 + 2 + 5 അല്ലേ, 2 + 2 + 5 ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും, 9. 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് 3 വെച്ച് തന്നെ ചെയ്യാം. 2 ചെറുതായതുകൊണ്ട് ഫസ്റ്റ് 2 ഡിജിറ്റ് ഒന്നിച്ചെടുക്കാം. അപ്പോൾ 22. 22ൽ 3 എത്ര ടൈംസ്, 7 3. 7 3s are 21, ബാലൻസ് 1 വരും. ആ ബാലൻസ് 1 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 15 ആയി. 7 3s are 21, ഇവിടെ 22 ആണ്, അപ്പോൾ ബാലൻസ് 1 വന്നു. ആ എക്സ്ട്രാ 1 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 15 ആയി. 5 3s are 15. ഇനി 75. 75 ഇതുപോലെ തന്നെ 7 + 5. 7 + 5 12. 12 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് ഇത് 3 വെച്ച് ചെയ്യാം. 2 3s are 6. 7 ആണ്, ബാലൻസ് 1 ഉണ്ട്. സോ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 15 ആയി. 15ൽ 3 5 times. ഈ 25. 25ൽ 2 + 5 7 ആണ്, 7 അല്ല. 25 എന്ന് പറയുമ്പോൾ 2 + 5 2 + 5 7 ആണ്. 7 ഒരു 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്തോ ചെയ്യാം, 5. അപ്പോൾ 5 5s are 25. ഈ 5നെ പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എടുത്തെഴുതാം. 3 എത്ര ടൈംസ് ഉണ്ട്, 3 times ഇൻറ്റു 5 × 5. അപ്പോൾ നമുക്കിനി ഇതിൽ ട്രിപ്ലറ്റ്സ് കിട്ടുമോ നോക്കാം. 3ന്റെ ഉണ്ടോ, 3 എന്നുള്ള നമ്പർ 3 ടൈംസ് ഉണ്ട്. അപ്പോൾ 3 ക്യൂബാണ്. പക്ഷേ ഇവിടെ 5 2 ടൈംസ് ഉള്ളൂ. ശരിക്കും 5 ഒരു 3 ടൈം വരേണ്ടതായിരുന്നു അല്ലേ, ഇത് പെർഫെക്റ്റ് ക്യൂബ് ആകണമെങ്കിൽ. അപ്പോൾ ഇതൊരു 5ന്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ വിത്ത് 5 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 675 ഒപ്പം ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ സംഖ്യ എന്തായിരിക്കും, പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പിൽ അതായത് 3 ടൈംസ് ഉണ്ട്, പക്ഷെ ഇവിടെ 2 ടൈംസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 5യുടെ കുറവുണ്ട്. അപ്പോൾ ആ 5 കൊണ്ട് 675നെ മൾട്ടിപ്ലൈ ചെയ്യണം എന്താണെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് എഴുതാം 2 get a perfect cube
multiply 675 by 5. Okay, to get a perfect cube, multiply 675 by 5. 5 കൊണ്ട് 675 multiply ചെയ്ത് കിട്ടുന്ന ആ സംഖ്യ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 100. ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് 2 വെച്ച് ചെയ്യാം. 5 2s are 10, 0 താഴേക്ക് ഇറക്കി എഴുതുക. ഇനി 2 2s are 4, ബാലൻസ് 1 ഉണ്ട് അല്ല. 2 2s are 4, 5 ആണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് 1 അതോടെ ആഡ് ചെയ്യാം. 10 ആയി. 5 2s are 10. ഇനി 2ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 7. സോ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് 5 വെച്ച് ചെയ്യാം. 5 5s are 25. 5ന് 5 മാത്രമേ ചെയ്യാൻ പറ്റൂ, പ്രൈം നമ്പറാണ്. ഇനി അടുത്ത് എഴുതാം 2 into 5 into 5. ഇനി നമ്മൾ നോക്കാൻ നേരത്ത് ഇനി 2 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉള്ളൂ. അപ്പം നമുക്ക് ക്യൂബ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ 3 ടൈംസ് വരണം അല്ലേ? പക്ഷെ ഇവിടെ 2 ടൈംസ് ഉള്ളൂ. അതുപോലെ 5 നോക്കി, 5ഉം 2 ടൈംസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇവിടെയും ഒരു 2ൻ്റെ കുറവുണ്ട്, ഇവിടെയും ഒരു 5ൻ്റെ കുറവുണ്ട് അല്ലേ? ഇവിടെ ഒരു ക്യൂബ് ആവണമെന്നുണ്ടെങ്കിൽ 2ൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇവിടെ 2ൻ്റെ കുറവുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 5 2 ടൈംസ് ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു 5യുടെ കുറവുണ്ട്. അപ്പോൾ ഈ 100 എന്നുള്ള നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ അതിൻ്റെ ഒപ്പം 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ 2ഉം 5 എന്ന് പറയുമ്പോൾ 2ൻ്റെ കുറവുണ്ട്, ഒരു 5യുടെ കുറവുണ്ട്. അപ്പോൾ 2 into 5 10. അപ്പോൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100ൻ്റെ ഒപ്പം 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. 10 എങ്ങനെ കിട്ടിയത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ 2 into 5 10. നമുക്ക് എഴുതാം. ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്, multiply 100 by 10. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? 10 ആണ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം പ്രോബ്ലംസ് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.